ഇനി നമ്മൾ കുറയ്ക്കാൻ പഠിക്കുവാണേ, കുറയ്ക്കാൻ പഠിക്കുക. ശരി, ആദ്യത്തെ ചോദ്യം 6.25 നോക്കണേ. 6.25 മൈനസ് അല്ലേ 2 2/3. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള ചോദ്യം. ഓക്കെ ആണല്ലോ. 6.25 മൈനസ് 2 2/3. മക്കളെ കുറയ്ക്കുവാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഓരോ സ്റ്റെപ്പ് എഴുതാം. നിങ്ങൾക്ക് സംശയം ഒന്നും വരാതിരിക്കാൻ 6.25 മുറിച്ച് എഴുതാം. എങ്ങനെ? 6 + 3/4. ക്ലിയർ ആണോ മക്കളെ? മൈനസ് ചിഹ്നം ഇടാം. ഇനി ഇവിടെ ആക്ച്വലി ഒരു ബ്രാക്കറ്റ് ഇടണം കേട്ടോ. 2 + 2/3 എന്ന് എഴുതാം. 2 + 2/3 കണ്ടോ? ഇനി ഓർക്കുക, ഈ 2 2 3 2 ഞാൻ മുറിച്ച് എഴുതിയിട്ടാണ് 2 + 2/3. ഇവിടെ കോമൺ ആയിട്ട് മൈനസ് കിടപ്പുണ്ട് മക്കളെ. ഇതുണ്ടോ? ഇതാണ് കോമൺ ആയിട്ട്, ഈ മൈനസ് കോമൺ ആയിട്ട് കിടക്കുന്നത്. അതുകൊണ്ട് ഇത് ബ്രാക്കറ്റിൽ എഴുതിയില്ലെങ്കിൽ തെറ്റിപ്പോകും. നിങ്ങൾ ഈ ചോദ്യം എഴുതുമ്പോൾ -2 + 2/3 എന്നാണ് എഴുതുന്നതെങ്കിൽ തെറ്റാണ് കേട്ടോ. 6 + 3/4 -2 + 2/3 എന്ന് എഴുതിയാൽ തെറ്റാണ്. ഇവിടെ ബ്രാക്കറ്റ് നിർബന്ധമാണ്. കാരണം ഈ സാധനത്തിന്റെ എക്സ്പാൻഷൻ ആണ് ഇത്. ഇവിടെ കോമൺ ആയിട്ട് മൈനസ് ഒരുത്തം പുറത്ത് കിടപ്പുണ്ട്. അവനെ മൈൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി എപ്പോഴും നിങ്ങൾ ഓർത്തോണം, അല്ലെങ്കിൽ പഠിച്ചോണം, മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ മക്കളെ. മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എപ്പോഴും ഓർക്കുക, ഈ ബ്രാക്കറ്റിന് പുറത്ത് മൈനസ് കിടപ്പുണ്ടെങ്കിൽ അതിനെ -1 ഇൻറ്റു എന്ന് സങ്കല്പിച്ചോണം. ബ്രാക്കറ്റിന് പുറത്ത് മൈനസ് കിടപ്പുണ്ടെങ്കിൽ അതിനെ -1 ഇൻറ്റു എന്ന് സങ്കല്പിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ -1 × 2 എന്ന് പറയുമ്പോൾ -2 എന്ന് വരും. -1 × 2/3 എന്ന് വരുമ്പോൾ -2. ഇതിനകത്തേക്ക് ഗുണിക്കണ്ടേ? -1 × 2 -2, -1 × 2/3 -2/3 എന്ന് വരും. കണ്ടോ? അപ്പോൾ ഞാൻ സ്റ്റെപ്പ് ഒന്നും കൂടെ എഴുതുവാണ്. 6 + 3/4. ഇനി ഞാൻ ഈ -1 കൊണ്ട് 2വിനെ അകത്തേക്ക് ഗുണിച്ചു. -1 × 2 -2 എന്ന് വന്നു. കണ്ടോ? ഇനി -1 കൊണ്ട് 2/3നെ ഗുണിക്കുവാണ്. -1 കൊണ്ട് 2/3നെ ഗുണിക്കുമ്പോൾ എങ്ങനെ വരും? -2/3 എന്ന് വരും. കണ്ടോ മക്കളെ? ശരി, ഇനി നമുക്കറിയാം പൂർണ്ണസംഖ്യകൾ ഒരുമിച്ച് ചെയ്യാം. 6 പൂർണ്ണസംഖ്യയാണ്, -2 പൂർണ്ണസംഖ്യയാണ്. അപ്പൊ 6 - 2 പൂർണ്ണസംഖ്യകൾ ഒരുമിച്ച് എഴുതി. ഇനി 3/4, ഇത് +3/4 എന്ന് എഴുതി. കണ്ടോ മക്കളെ? യെസ്. ഇനി അടുത്തത് ബാക്കിയുള്ളത് ഇതാണ്. ഇത് -2/3 എന്ന് എഴുതി. -2/3 കണ്ടോ? ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് 6ൽ നിന്ന് 2 കുറയ്ക്കാം. അപ്പൊ നമുക്ക് 4 എന്ന് കിട്ടും. പ്ലസ് ഈ 2 ഭിന്നസംഖ്യകൾ തമ്മിൽ കുറയ്ക്കണം. അതിന് നമുക്ക് യൂസ് ചെയ്യാവുന്ന മെത്തേഡ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? 3 × 3 3 ഗുണിച്ചു 9 എന്ന് വരും. മൈനസ് മക്കളെ ഇങ്ങനെ ഗുണിച്ചു 8 എന്ന് വരും. ആണോ? ഓക്കെ, ശരി. ഇനി ഓക്കെ, ഇങ്ങനെ ഗുണിക്കുമ്പോൾ 9, അതാണ് ഈ എഴുതിയേക്കുന്ന 9. മൈനസ് ഇനി ഇങ്ങനെ ഗുണിക്കണം. അങ്ങനെ ഗുണിക്കുമ്പോൾ 8 വരും അല്ലേ? ഡിവൈഡഡ് ബൈ, ഇനി നമ്മൾ ഗുണിക്കേണ്ടത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഗുണിക്കുമ്പോൾ 12 വരും. 12 എന്ന് വരും. കണ്ടോ? ഈക്വൽ ടു എത്ര കിട്ടും? 4 അങ്ങനെ തന്നെ എഴുതി. ബാക്കി 1/12 എന്ന് കിട്ടും അല്ലേ? 1/12. ഇനി അതിനെ ഒരുമിച്ച് നമുക്ക് ഒരു മിശ്ര ഭിന്നമാക്കി എഴുതാലോ അല്ലേ? 4 1/12 എന്നാണ് കുഞ്ഞുങ്ങളെ അതിൻ്റെ ഉത്തരം. കണ്ടോ? ഇതാണ് കുറയ്ക്കുന്ന ഓരോ സ്റ്റെപ്പും ഞാൻ എടുത്ത് എഴുതി ചെയ്തത്. ആക്ച്വലി അത്ര ഓരോ സ്റ്റെപ്പ് എടുത്ത് എഴുതണമെന്നില്ല നമ്മൾ. ആക്ച്വലി നമുക്ക് കുറച്ചുകൂടെ ഷോർട്ടാക്കി ചെയ്യാം. നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആവണ്ട എല്ലാം ഒന്ന് ഓർത്താണ് ഞാൻ ഓരോ സ്റ്റെപ്പും പെറുക്കി എടുത്ത് ചെയ്തത്. ക്ലിയർ ആണോ എന്ന് പറഞ്ഞേ? ആണോ മക്കളെ? എല്ലാവർക്കും? എങ്കില് രണ്ടാമത്തേത് ചെയ്താലോ? നമുക്ക് രണ്ടാമത്തേത് ചെയ്താലോ? ചെയ്യാം അല്ലേ? ഓക്കെ, ശരി. ചോദ്യം 7 3/4 മൈനസ് 1 1/8 മൈനസ് 3 1/3. ഓക്കെ അല്ലേ? ആദ്യം 7 + 3/4 ഞാൻ അതിനെ മുറിച്ചെഴുതി. കേട്ടല്ലോ? ഇനി നമുക്കറിയാം മൈനസ് ബ്രാക്കറ്റിൽ 1 + 1/8 ഉണ്ട്. മൈനസ് കൊണ്ട് അകത്തേക്ക് ഗുണിക്കുമ്പോൾ -1 എന്നായിട്ട് മാറും. -1/8 എന്നായിട്ട് മാറും. ഓക്കെ, -3 മൈനസ് അകത്തേക്ക് ഗുണിക്കുമ്പോൾ -1/3 ആകും. ഇങ്ങനെ എഴുതിയാൽ മതി. ഞാൻ ആ സ്റ്റെപ്പ് ഒന്ന് ചെയ്ത് കാണിക്കാം. ഇവിടെ സംഭവിച്ചത് ഇങ്ങനെയാണ്. ആക്ച്വലി മക്കളെ ഇതുണ്ടോ? ആക്ച്വലി ഇങ്ങനെയാണ് സംഭവിച്ചത്. 7 + 3/4 അങ്ങനെ എഴുതി നമ്മൾ. മൈനസ് ഓഫ് ബ്രാക്കറ്റ് ഉണ്ട് 1 + 1/8 എന്നാണ് അല്ലേ? മൈനസ് ഓഫ് ബ്രാക്കറ്റ് ഉണ്ട് 3 + 1/3 എന്നാണ് അല്ലേ? ഇതാണ് ആക്ച്വലി. ഇനി ഈ -1 ഇത് -1 ഇൻറ്റു എന്ന് സങ്കല്പിക്കണം. അകത്തേക്ക് ഗുണിക്കുമ്പോൾ അത് -1. ഇനി -1 ഇത് -1/8 ആയിട്ട് മാറും. -3 ആയിട്ട് മാറും. -1/3 ആയിട്ട് മാറും. ഞാൻ ആക്ച്വലി ഈ സ്റ്റെപ്പ് എഴുതിയില്ല. നേരെ ഈ സ്റ്റെപ്പ് ലാസ്റ്റ് സ്റ്റെപ്പ് അങ്ങ് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പൂർണ്ണസംഖ്യകൾ ചെയ്യാം. ഇത് പൂർണ്ണസംഖ്യയാണ്. 7 -1 -1 -3 -3
കണ്ടോ? അപ്പൊ 6 മൈനസ് 3 അല്ലെ? ഓക്കെ, അല്ല അവിടെ ഈക്വൽ ടു വേണ്ട. ബാക്കി സ്റ്റെപ്പ് പ്ലസ് കണ്ടോ? ഈ പ്ലസ് ആണ്. പ്ലസ് 3/4 മൈനസ് 1/8 കണ്ടോ? മൈനസ് 1/8 മൈനസ് 1/3 മൈനസ് 1/3 കണ്ടോ കുഞ്ഞുങ്ങളെ? സംശയമില്ലല്ലോ? സെറ്റ് അല്ലേ? ഇനി ഇത് ചെയ്യുമ്പം 7 1 കുറച്ചാൽ 6, 6 3 കുറച്ചാൽ 3 പ്ലസ് ഇത് നമുക്കറിയാം, ഇത് ഭിന്നസംഖ്യകളാണ്. ഈ ഭിന്നസംഖ്യകളെല്ലാം കൂടെ കൂട്ടണം. ശരിയാണോ? ഭിന്നസംഖ്യകളെല്ലാം കൂട്ടാൻ നമ്മൾ ഭിന്നസംഖ്യകളെല്ലാം കൂടെ കുറയ്ക്കണം. ഭിന്നസംഖ്യകൾ കുറയ്ക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഈ സൈഡിലേക്ക് ചെയ്യാം. അതായത് ഈ ഒരു കാൽക്കുലേഷൻ വീണ്ടും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നു. ഈ കാൽക്കുലേഷൻസ് ഇങ്ങോട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇതിന്റെ എല്ലാം LCM കാണണം. ശ്രദ്ധിച്ചോ? 4ന്റെ 8ന്റെ LCM 4ന്റെയും 8ന്റെ LCM 8 ആണ്. കാരണം ചെറിയ സംഖ്യയുടെ മൾട്ടിപ്പിൾ ആണ് വലിയ സംഖ്യയെങ്കിൽ വലിയ സംഖ്യയാണ് LCM എന്ന് പഠിച്ചു ആണല്ലോ. ഇനി 8ന്റെയും 3ന്റെ LCM 3 24 ആണ്. കാരണം കോമൺ ഫാക്ടേഴ്സ് ഇല്ലാത്ത സംഖ്യകൾ LCM കാണാൻ തമ്മിൽ ഗുണിച്ചാൽ മതി എന്ന് പഠിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ 4ന്റെയും 8ന്റെയും 3ന്റെയും കൂടെ LCM 24 ആണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഉത്തരത്തിന്റെ താഴ്വശം എന്ന് മനസ്സിലാക്കുക. ഉത്തരത്തിന്റെ താഴ്വശം 24 ആണ്. ഓക്കെ ആണോ മക്കളെ? ഈ 24 കൊണ്ട് ഓരോ ഭിന്നസംഖ്യനെയും ഗുണിക്കണം. ശരി, 24 കൊണ്ട് 3/4നെ ഗുണിക്കണം. 24 കൊണ്ട് 3/4നെ ഗുണിക്കണം. ഇതും വെട്ടിപ്പോയി 8 3 അല്ലെ? 24 കൊണ്ട് 3/4നെ ഗുണിക്കുമ്പോൾ ഇതെത്രയാ? 6 തവണയാണ് അല്ലെ? 6 × 3 18 എന്ന് വരും. ഇടയ്ക്കത്തെ ചിഹ്നം മൈനസ് ആണ്, മൈനസ് ഇട്ടു. ഇനി 24 കൊണ്ട് ഏതിനെ ഗുണിക്കണം? 24 കൊണ്ട് 1/8നെ ഗുണിക്കണം. ഇതും വെട്ടിപ്പോയാൽ 3 എന്നാണ് കിട്ടുന്നത്. 3 × 1 അവിടെ 3 എന്നാണ് വരുന്നത്. ഇടയ്ക്കത്തെ ചിഹ്നം മൈനസ്, ആ മൈനസ് ആണ് ഈ മൈനസ്. ഓക്കെ, 24 കൊണ്ട് 1/3നെ ഗുണിക്കണം. 24 കൊണ്ട് 1/3നെ ഗുണിക്കുമ്പോൾ ഇതും വെട്ടിപ്പോയി 8 തവണ എന്ന് കിട്ടും. ശരിയല്ലേ മക്കളെ? 8. ഓക്കെ, അപ്പൊ 8 എന്ന് കിട്ടും ആണോ? ഇനി നമ്മൾ ചെയ്യുമ്പോൾ 18ന്ന് 8 കുറച്ചാൽ 10, 10ന്ന് 3 കുറച്ചാൽ 7, 7/24 എന്ന് കിട്ടും. ശരിയാണോ? അപ്പൊ 3 + 7/24 എന്ന് വരും അല്ലേ? ഇതൊരു പൂർണ്ണസംഖ്യയാണ്, ഇതൊരു സാധാരണ ഭിന്നമാണ്. അങ്ങനെയാണെങ്കിൽ ഇവന്മാരെ രണ്ടുപേരെയും ചേർത്ത് മിശ്ര ഭിന്നമാക്കി എഴുതാൻ പറ്റും എന്ന് മനസ്സിലാക്കുക. സോ 3 7/24 ആണ് നമ്മുടെ ഉത്തരം. 3 7/24. സോ ആൻസർ 3 7/24 ആണ്. മക്കളെ ക്ലിയർ ആണോ? സംശയമുണ്ടോ എന്തെങ്കിലും? ചെയ്തതിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടോ? ഓക്കെ ആണോ? എല്ലാവർക്കും സെറ്റ് ആണോ? ആതിര ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം ഈ മോഡല് അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക് മക്കളെ. ചോദ്യം 4/4. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തോ, ഞാൻ ഇവിടെ ചെയ്തിട്ടേക്കാം. +1.5 -2 3/1. ഓക്കെ ആണോ? ഇതാണ് നമ്മുടെ ചോദ്യം. ചെയ്താലോ? ആദ്യം നമുക്ക് കാൽക്കുലേഷൻസ് കുറച്ച് ചുരുക്കാം. ആദ്യം പൂർണ്ണസംഖ്യകൾ മാത്രം ചെയ്യാം. 4 + 1 5 -2. അപ്പൊ എനിക്ക് 3 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി ഭിന്നസംഖ്യകൾ ചെയ്യാം. +3/4. ഈ 3/4 ആണ് എഴുതിയത്. ഇതിന്റെ ചിഹ്നം ഇതിനെ മുറിച്ച് എഴുതുമ്പോൾ ഇടയ്ക്ക് പ്ലസ് ആ വരുന്നത്, അതുകൊണ്ടാണ് പ്ലസ് ഇട്ടത്. +3/4. ഓക്കെ, ഈ 1 + 1/2 എന്നല്ല ഇതിനെ മുറിച്ചിടുന്നത്. അപ്പൊ 1/2ന്റെ ചിഹ്നം പ്ലസ് ആണ്. +1/2. ഓക്കെ, ഇനി ഇതിനെ മുറിച്ച് കഴിയുമ്പോൾ -2 -1/3 എന്നല്ലേ വരുന്നത്. അപ്പൊ 1/3യുടെ ചിഹ്നം മൈനസ് ആണ്. -1/3 എന്ന് വരും. ഇതെല്ലാം കൂടെ കൂട്ടണം. താഴെ കിടക്കുന്നതിന്റെ LCM കാണും. 4ന്റെയും 2ന്റെയും LCM 4 ആണ്. ശരിയാണല്ലോ? 4ന്റെയും 2ന്റെയും LCM 4 ആണ്. ചെറിയ സംഖ്യയുടെ മൾട്ടിപ്പിൾ ആണ് വലിയ സംഖ്യയെങ്കിൽ വലിയ സംഖ്യ ആയിരിക്കും LCM. അപ്പൊ ഇതിന്റെ LCM 4 കിട്ടി. 4ന്റെയും 3ന്റെയും LCM 12 ആണ്. കോമൺ ഫാക്ടേഴ്സ് ഇല്ലാത്ത സംഖ്യകൾ വന്നാൽ LCM കാണാൻ തമ്മിൽ ഗുണിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ LCM നമുക്ക് എത്ര കിട്ടും? 12 കിട്ടും. ശരിയാണോ? ഞാൻ ഈ സ്റ്റെപ്പ് മാത്രമാണ് ചെയ്യുന്നത്, ഈ ഭിന്നസംഖ്യയിൽ കൂട്ടുന്ന സ്റ്റെപ്പ്. ഓക്കെ, LCM 12. 12 കൊണ്ട് ഓരോ ഭിന്നസംഖ്യയും ഗുണിക്കണം. 12 കൊണ്ട് 3/4നെ ഗുണിക്കുമ്പോൾ ഇതും വെട്ടിപ്പോയി 3 × 3 9 എന്ന് കിട്ടും. +12 കൊണ്ട് നമ്മൾ ഈ ഭിന്നസംഖ്യനെ ഗുണിക്കുമ്പോൾ ഇതും വെട്ടിപ്പോവും 6 എന്ന് കിട്ടും. ശരിയാണോ? 6 മൈനസ് ഈ മൈനസ് ആണ് ആ മൈനസ്, ഈ മൈനസ് ആണ് ഈ മൈനസ്. ഓക്കെ, 12 കൊണ്ട് നമ്മൾ 1/3നെ ഗുണിക്കുമ്പോൾ ഇതും വെട്ടിപ്പോകും 4 എന്ന് വരും. 4 എന്ന് വരും. കണ്ടോ? അപ്പം 9 + 6 15 - 4 11/12 എന്നാണ് കിട്ടുന്നത്. ആണോ? യെസ് തുഷാര, കറക്റ്റാണ്. ഇനി നമ്മുടെ 3 കിടപ്പുണ്ട്. +11/12 11/12 അല്ലേ?
ഇതിനെ ചേർത്ത് ഒരു മിശ്രഭിന്നമാക്കി എഴുതാൻ പറ്റും. കാരണം അതൊരു പൂർണ്ണസംഖ്യയും സാധാരണ ഭിന്നവും കൂടെയാണ്. രണ്ടും കൂടെ ചേർത്ത് ഒരു മിശ്രഭിന്നമാക്കി എഴുതാൻ പറ്റും എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആൻസർ 3/11/12 എന്നതാണ്. 3/11/12 എന്നതാണ്. ചെയ്തത് ക്ലിയർ ആണോ എന്ന് പറ. നീ ഭിന്നസംഖ്യകളുടെ ഗുണനം പഠിക്കണം, ഭിന്നസംഖ്യകളുടെ ഹരണം പഠിക്കണം. പിന്നെ ടൈപ്പ് കുറച്ച് ചോദ്യങ്ങൾ പഠിക്കാനുണ്ട്. വലുതേത്, ചെറുതേത്, ഇടയിലുള്ള ഭിന്നസംഖ്യ കണ്ടുപിടിക്കാൻ പഠിക്കണം. പിന്നെ കുറച്ച് സീരീസുകൾ പഠിക്കണം. അതൊക്കെയാണ് നമുക്കിനി മുന്നോട്ട് പഠിക്കാനുള്ളത് കേട്ടോ. ഇത്രയും ക്ലിയർ ആയോ?